മധ്യപ്രദേശിൽ പോലീസ് ഉദ്യോഗത്തിനുള്ള ആരോഗ്യ പരിശോധനയിൽ ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചിൽ ജാതി എഴുതിയത് വിവാദമായി. കോൺസ്റ്റബിൾ ഉദ്യോഗത്തിനായി ജില്ലാ ആശുപത്രിയിൽ നടന്ന പരിശോധനയ്ക്കിടെയാണ് ഗുരുതര വിവേചനം ഉണ്ടായത്. 15 വർഷമായി ബിജെപി ഭരിക്കുന്ന മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ ആശുപത്രിയിലാണ് ക്രൂരമായ ജാതി വിവേചനമുണ്ടായത്. ആരോഗ്യ പരീക്ഷയ്ക്കെത്തിയ ഉദ്യോഗാർത്ഥികളുടെ നെഞ്ചിൽ SC, ST, OBC എന്നിങ്ങനെ എഴുതിയായിരുന്നു വിവേചനം. 2 വർഷം മുൻപ് ബിരുദ വിദ്യാർത്ഥികൾക്ക് ജാതി രേഖപ്പെടുത്തിയ ബാഗ് വിതരണം ചെയ്ത് വിവാദമുണ്ടാക്കിയതിന് പിന്നാലെയാണ് ആരോഗ്യ പരിശോധനയിലും ബിജെപി സർക്കാർ ജാതി വിവേചനം കാട്ടിയത്. ജനറൽ കാറ്റഗറിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് 168 സെന്റിമീറ്ററും സംവരണ കാറ്റഗറിയിൽ 165 സെന്റിമീറ്റർ ഉയരവുമായിരുന്നു നിഷ്കർഷിച്ചിരുന്നത്. പരിശോധകർക്ക് ഈ നിർദ്ദേശത്തിൽ വ്യക്തത ലഭിക്കാനെന്ന പേരിലാണ് ജാതി തിരിച്ച് ഉദ്യോഗാർത്ഥികളുടെ ശരീരത്തിൽ എഴുതിയതെന്നാണ് അധികൃതരുടെ വാദം. വിവാദ പരിശോധനയുടെ ഫോട്ടോകൾ പുറത്തുവന്നതോടെയാണ് പോലീസിനും സർക്കാരിനുമെതിരെ പ്രതിഷേധം കനത്തത്. വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക്. അംബേദ്കർക്കെതിരെ വിവാദ പരാമർശവുമായി ഗുജറാത്ത് നിയമസഭാ സ്പീക്കർ. അംബേദ്കർ ബ്രാഹ്മണനായിരുന്നെന്ന് സ്പീക്കർ. ശ്രീകൃഷ്ണൻ യാദവനും ശ്രീരാമൻ ക്ഷത്രിയനുമാണെന്ന് സ്പീക്കർ പറഞ്ഞു. സമസ്ത ഗുജറാത്ത് ബ്രഹ്മസമാജ് സംഘടിപ്പിച്ച മെഗാ ബ്രാഹ്മിൺ ബിസിനസ് മീറ്റിലായിരുന്നു ഗുജറാത്ത് സ്പീക്കർ രാജേന്ദ്ര ത്രിവേദിയുടെ വിവാദ പരാമർശം. അംബേദ്കർ ബ്രാഹ്മണനായിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ യാദവനായിരുന്നുവെന്നും പറഞ്ഞ സ്പീക്കർ നരേന്ദ്രമോദിയെ ബ്രാഹ്മണനാക്കാനും മറന്നില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി, ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ എന്നിവരെ സാക്ഷിയാക്കിയായിരുന്നു സ്പീക്കറുടെ പരാമർശം. ഭീമറാവു അംബേദ്കറിന് അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ ഗുണങ്ങൾ കണക്കിലെടുത്താണ് അംബേദ്കർ എന്ന ബ്രാഹ്മണനാമം അധ്യാപകൻ മഹാദേവ് അംബേദ്കർ നൽകിയതെന്നും പ്രസംഗത്തിൽ പറയുന്നു. യാദവനായ കൃഷ്ണനെയും ക്ഷത്രിയനായ ശ്രീരാമനെയും ദൈവങ്ങളാക്കിയത് ബ്രാഹ്മണരാണെന്നും അദ്ദേഹം വാദിച്ചു. 5 പ്രസിഡന്റുമാരെയും 7 പ്രധാനമന്ത്രിമാരെയും 50ഓളം മുഖ്യമന്ത്രിമാരെയും സമ്മാനിച്ച മഹത്തായ ജാതി സമൂഹമാണ് ബ്രാഹ്മണരുടേതെന്നും പ്രസംഗത്തിൽ ത്രിവേദി പറഞ്ഞു. മഹർ സമുദായത്തിൽ ജനിച്ച അംബേദ്കറെ ബ്രാഹ്മണനാക്കാൻ നടത്തിയ സ്പീക്കറുടെ നടപടി അംബേദ്കറുടെ 1936 ലാഹോർ പ്രസംഗത്തിന്റെ ഉള്ളടക്കം പോലും മനസ്സിലാക്കാതെയുള്ളതാണ്. ഭരണഘടനാ ചുമതല വഹിച്ചുകൊണ്ട് ജാതി തിരിച്ചുള്ള അവകാശവാദങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയ സ്പീക്കറുടെ നടപടി വിവാദമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ വീണ്ടും തകർത്ത നിലയിൽ. ജാർഖണ്ഡിലെ ഗിരിദിഹിയിലുള്ള അംബേദ്കറുടെ പ്രതിമയാണ് ഇന്ന് പുലർച്ചെ തകർക്കപ്പെട്ടത്. ആരാണ് പ്രതിമ തകർത്തതെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ ലെനിന്റെ പ്രതിമ BJP പ്രവർത്തകർ തകർത്തതിനു പിന്നാലെ രാജ്യത്ത് പലയിടത്തും പ്രതിമകൾ തകർക്കപ്പെടുകയായിരുന്നു. തുടർന്ന് തമിഴ്നാട്ടിലെ വെല്ലൂരിൽ EV രാമസ്വാമിയുടെ പ്രതിമയും തകർത്തു. ഈ മാസം തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും അംബേദ്കറുടെ പ്രതിമ തകർത്തിരുന്നു. അധികാരത്തിൽ കയറിയ അന്നു മുതൽ വിവാദ പരാമർശങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേബിനെ BJP ദേശീയ നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. തുടർച്ചയായി വിവാദ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് BJPയുടെ പ്രതിച്ഛായയ്ക്ക് വിള്ളലേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ മോദി നാണക്കേട് ഒഴിവാക്കാൻ ബിപ്ലവ് കുമാർ ദേബിനോട് വിശദീകരണം ചോദിച്ചേക്കും. വിവാദ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്ന ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേബിനെ കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ് BJP നേതൃത്വം. ബിപ്ലബ് ദേബിന്റെ പ്രസ്താവനകൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും കർണാടക തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നുമാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഓരോ മണ്ടത്തരങ്ങളും ട്രോളർമാർ പൊങ്കാലയാക്കിയതോടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട BJP നാണക്കേട് ഒഴിവാക്കാൻ ബിപ്ലബ് ദേബിനോട് വിശദീകരണം ചോദിച്ചേക്കും. ബുധനാഴ്ച ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായെയും കാണാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒന്നിനു പിറകെ വിവാദ പരാമർശങ്ങൾ മാത്രം പറയുന്ന ത്രിപുര മുഖ്യമന്ത്രിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് BJP. മഹാഭാരത കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നുവെന്ന ബിപ്ലബ് ദേബിന്റെ പ്രസ്താവന ഏറെ പരിഹാസത്തിന് വഴിവെച്ചിരുന്നു. ഡയാന ഹേഡനെ ലോകസുന്ദരിയെ തെരഞ്ഞെടുത്തതിനെ ത്രിപുര മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർമാരല്ല, സിവിൽ എഞ്ചിനീയർമാരാണ് സിവിൽ സർവീസ് ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞും കഴിഞ്ഞ ദിവസം പുലിവാൽ പിടിച്ചു. സർക്കാർ ജോലിക്കായി കാത്തിരിക്കാതെ യുവാക്കൾ പാൻ കട തുടങ്ങുകയോ പശുവിനെ വളർത്തുകയോ ചെയ്യണം. എല്ലാ വീട്ടിലും ഒരു പശുവെങ്കിലും ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ജോലിക്കായി നേതാക്കളുടെ പിറകെ ഓടുന്നത്? 1 ലിറ്റർ പാലിന് 50 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ബിരുദധാരികൾക്ക് പശുവിൻ പാൽ കച്ചവടത്തിലൂടെ മാത്രം 10 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ സമ്പാദിക്കാനാകും. ഇതാണ് ഏറ്റവും പുതിയ ബിപ്ലബ് കുമാറിന്റെ വിവാദ പ്രസ്താവന. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ചുവെന്ന നരേന്ദ്രമോദിയുടെ അവകാശവാദം തെളിയിക്കാൻ വ്യാജ ചിത്രങ്ങളുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ 2016 പുറത്തുവിട്ട ചിത്രമാണ് 2018 എന്ന രീതിയിൽ മന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം രാജ്യത്ത് നടപ്പിലാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം തന്നെ സംശയത്തിലായി. മണിപ്പൂരിലെ ലൈസാങ് ഗ്രാമത്തിൽ വൈദ്യുതി എത്തിച്ചതോടെ
രാജ്യം സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ചുവെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവകാശവാദം. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ശ്രമിച്ചതാണ് ഇപ്പോൾ പരിഹാസ്യമായിരിക്കുന്നത്. വൈദ്യുതീകരണത്തിന് മുമ്പും പിൻപും എന്ന രീതിയിൽ 2 ചിത്രങ്ങൾ പീയൂഷ് ഗോയൽ ട്വിറ്ററിലൂടെ പങ്കുവച്ചു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഇന്ത്യയിലെ ജനവാസ കേന്ദ്രങ്ങളുടെ ക്രമം മനസ്സിലാക്കാൻ 2012 എടുത്ത ചിത്രമായിരുന്നു ഒന്ന്. മറ്റൊന്ന് 2016 നാസ പുറത്തുവിട്ട ചിത്രം. ഇതാണ് 2018 സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് ശേഷം എന്ന രീതിയിൽ മന്ത്രി പരസ്യപ്പെടുത്തിയത്. ചിത്രത്തിന്റെ സത്യാവസ്ഥ വെളിവായതോടെ സോഷ്യൽ മീഡിയയുടെ പരിഹാസം ഏറ്റുവാങ്ങുകയാണ് മന്ത്രി. ദീപാവലി ചിത്രങ്ങൾ മന്ത്രി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. എന്നാൽ അബദ്ധം മനസ്സിലായിട്ടും പീയൂഷ് ഗോയൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതോടെ വൈദ്യുതീകരണത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ അവകാശവാദം തന്നെ സംശയനിഴലിലായി. UPA കാലഘട്ടത്തിൽ തന്നെ വൈദ്യുതീകരണം പൂർത്തിയായിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർണാടക തെരഞ്ഞെടുപ്പ് തീരും വരെ ഇന്ധനവില കൂട്ടേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ധനവില കുത്തനെ കൂട്ടിയേക്കും. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇന്ധനവില വർധനവിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. ആഗോള വിപണിയിലെ മാറ്റത്തിനനുസരിച്ച് ദൈനംദിന വില നിർണ്ണയം താൽക്കാലികമായി റദ്ദാക്കിയതായാണ് സൂചന. ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നിട്ടും കഴിഞ്ഞ 6 ദിവസമായി രാജ്യത്ത് ഇന്ധനവില വർധനവ് ഉണ്ടായിട്ടില്ല. വില കൂടരുതെന്ന് സർക്കാർ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ധനവില കുതിച്ചുയരുന്നത് BJPക്ക് തിരിച്ചടിയാകുമെന്ന അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഏപ്രിൽ 24-നാണ് അവസാനമായി രാജ്യത്ത് ഇന്ധനവിലയിൽ വർധനവുണ്ടായത്. അതിനു മുമ്പുള്ള എല്ലാ ദിവസങ്ങളിലും വിലയിൽ ചെറുതും വലുതുമായ വില വ്യത്യാസമുണ്ടായിരുന്നു. ഏപ്രിൽ 24-ന് ശേഷം 6 ദിവസമായി പെട്രോളിനും ഡീസലിനും രാജ്യത്ത് വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം ആഗോള വിപണിയിൽ ഈ ദിവസങ്ങളിൽ എണ്ണവില വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഗോള വിപണിയിലെ എണ്ണവില വർധനവിന് അനുസൃതമായാണ് രാജ്യത്ത് ഇന്ധനവില വർധനവ് ഉണ്ടാകുന്നതെന്നായിരുന്നു നേരത്തെ എണ്ണ കമ്പനികളുടെയും കേന്ദ്ര സർക്കാരിന്റെയും വാദം. എന്നാൽ ഈ വാദത്തിന് വിപരീതമായാണ് ഇപ്പോൾ എണ്ണ കമ്പനികളുടെ പ്രവർത്തനം. മെയ് 12-നാണ് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം എണ്ണവില വർധനയിൽ രാജ്യത്ത് കനത്ത മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടാതിരുന്ന വർധനവ് ഒറ്റയടിക്ക് കൂട്ടാനായിരിക്കും എണ്ണ കമ്പനികൾ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ഇന്ധനവില സർവകാല റെക്കോർഡിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്. ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് KM ജോസഫിനെ സുപ്രീം കോടതിയിൽ നിയമിക്കണമെന്ന ശുപാർശയിൽ ഉറച്ചു നിൽക്കുന്നതായി കൊളീജിയം അംഗം ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. KM ജോസഫിന്റെ നിയമനം ആവശ്യപ്പെട്ടുള്ള ശുപാർശ വീണ്ടും കേന്ദ്ര സർക്കാരിന് നൽകുമെന്നുള്ള സൂചനയും കുര്യൻ ജോസഫ് നൽകി. അതേസമയം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം KM ജോസഫ് 2 വർഷം മുൻപ് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടപ്പോഴും കേന്ദ്ര സർക്കാർ മൗനം പാലിച്ചെന്നും ആരോപണം ശക്തമാവുകയാണ്. കൊളീജിയവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മറ്റൊരു തലത്തിലേക്ക്. ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് KM ജോസഫിനെ സുപ്രീം കോടതിയിൽ നിയമിക്കില്ലെന്ന കേന്ദ്ര സർക്കാർ പിടിവാശിക്ക് കൊളീജിയം വഴങ്ങില്ല. KM ജോസഫിനെ സുപ്രീം കോടതിയിൽ നിയമിക്കണമെന്ന ശുപാർശയിൽ ഉറച്ചു നിൽക്കുന്നതായി കൊളീജിയം അംഗവും മുതിർന്ന ജസ്റ്റിസുമായ കുര്യൻ ജോസഫ് പറഞ്ഞു. ജോസഫിന്റെ നിയമനം ആവശ്യപ്പെട്ടുള്ള ശുപാർശ വീണ്ടും കേന്ദ്ര സർക്കാരിന് നൽകുമെന്ന സൂചനയും കുര്യൻ ജോസഫ് നൽകി. ജനുവരി 10-നാണ് ഇന്ദു മൽഹോത്ര, KM ജോസഫ് എന്നിവരെ സുപ്രീം കോടതിയിൽ നിയമിച്ചുകൊണ്ടുള്ള ശുപാർശ കൊളീജിയം നൽകിയത്. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് KM ജോസഫിനെ സുപ്രീം കോടതിയിൽ നിയമിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ ഇന്ദു മൽഹോത്രയുടെ നിയമനത്തിന് മാത്രം അനുമതി നൽകി. കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ച രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഉത്തരവിന് ശേഷം KM ജോസഫിനെ ദ്രോഹിക്കുന്ന നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കുന്നിൻ പ്രദേശമായ ഉത്തരാഖണ്ഡിലെ കടുത്ത തണുപ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ സ്ഥലം മാറ്റത്തിന് 2 വർഷം മുമ്പ് KM ജോസഫ് അപേക്ഷ നൽകിയെങ്കിലും കേന്ദ്ര നിയമ മന്ത്രാലയം മൗനം പാലിച്ചു. ആന്ധ്രയിലോ തെലങ്കാനയിലോ ഉള്ള ഹൈക്കോടതികളിലേക്ക് ജോസഫിനെ മാറ്റാമെന്ന് സുപ്രീം കോടതിയും നിർദ്ദേശിച്ചെങ്കിലും നിയമവകുപ്പ് ഭയൽ പൂഴ്ത്തി. ഇതിന് പിന്നാലെയാണ് അർഹതയുണ്ടായിട്ടും ഇദ്ദേഹത്തെ സുപ്രീം കോടതിയിൽ നിയമിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കളിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. VHP നേതാവ് സാത്വി സരസ്വതിക്കെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തു. വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ചതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനുമാണ് കേസ്. വിവരങ്ങളുമായി സണ്ണി ചേർന്നു. സണ്ണി, ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രശ്മ, കഴിഞ്ഞ ദിവസം ബദിയടുക്കയിലെ വിശ്വഹിന്ദു പരിഷത്ത് ഹിന്ദു സമാജോത്സവം സംഘടിപ്പിച്ചിരുന്നു. ഈ ചടങ്ങിലെ അധ്യക്ഷൻ ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവുമായിരുന്ന AN കൃഷ്ണഭട്ടായിരുന്നു. ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷകയായിരുന്നു സാത്വി ബാലിക സരസ്വതി. അവർ പ്രസംഗിച്ചത് ഹിന്ദു യുവാക്കൾ സഹോദരിമാർക്ക് വീടുകളിൽ വാള് വാങ്ങിക്കൊടുക്കണം, അതിനുള്ള പണം നൽകണം, ലവ് ജിഹാദിലൂടെ ഹിന്ദു യുവതികളെ വിവാഹം കഴിക്കുന്നവരുടെ കഴുത്ത് വെട്ടിക്കളയണം,
അതുപോലെ പശുക്കളെ കൊല്ലുന്നവരുടെ കഴുത്ത് വെട്ടിക്കളയണം. ഈ നിലയിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരണമാണ് സരസ്വതി നടത്തിയത്. ഇതേ തുടർന്ന് നൌഫൽ എന്നൊരു യുവാവ് ഒളിയത്തറക്ക സ്വദേശിയായ നൌഫൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. CPIM ബദിയടുക്ക ലോക്കൽ കമ്മിറ്റിയും നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ബദിയടുക്ക പോലീസിൽ 295A വർഗീയ പ്രചാരണം, 153 വർഗീയ സ്പർദ്ധ ഉണ്ടാക്കൽ, 506 ഭീഷണി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് പ്രകാരം ഇവർക്ക് ജാമ്യം ലഭിക്കില്ല. ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് കാസർഗോഡ് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. രശ്മ, വിദേശ വനിത ലിഗയുടെ കൊലപാതകത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പുരുഷ ലൈംഗിക തൊഴിലാളി ഉൾപ്പെടെയുള്ള 4 പേർ കുറ്റം സമ്മതിച്ചതായി അന്വേഷണ സംഘം. അതേസമയം ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച ശേഷം കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ലിഗയുടെ മൃതദേഹം കണ്ടെത്തിയ കണ്ടൽക്കാട്ടിലും പരിസര പ്രദേശത്തും പോലീസ് ഇന്നും വിശദമായ പരിശോധനകൾ നടത്തി. വിദേശ വനിത ലിഗയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 4 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നത്. ഇതിൽ പുരുഷ ലൈംഗിക തൊഴിലാളിയും യോഗ പരിശീലകനുമായ പാറവിള സ്വദേശി അനിൽകുമാറിനെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ദിവസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ കസ്റ്റഡിയിലുള്ളവർ കുറ്റം സമ്മതിച്ചെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിച്ചിരിക്കുന്നത്. ലിഗയ്ക്ക് മയക്കുമരുന്ന് കലർന്ന സിഗരറ്റ് നൽകിയ ശേഷം പനത്തുറയിൽ നിന്ന് ബോട്ട് മാർഗം വാഴാമുട്ടത്തെ കണ്ടൽക്കാടിൽ എത്തിക്കുകയായിരുന്നുവെന്ന് അനിൽകുമാർ പോലീസിനോട് പറഞ്ഞു. കണ്ടൽക്കാടിൽ തന്റെ നിർദ്ദേശപ്രകാരം 3 സുഹൃത്തുക്കളും വന്നിരുന്നു. ഇവിടെ വെച്ച് ലിഗയെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. എന്നാൽ അബോധാവസ്ഥയിലല്ലായിരുന്ന ലിഗ ബലാത്സംഗ ശ്രമത്തെ എതിർത്ത് നിലവിളിച്ച് കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചപ്പോഴാണ് കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മൃതദേഹം കണ്ടൽക്കാട്ടിലെ വള്ളിയിൽ കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും കസ്റ്റഡിയിലായവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ള സാഹചര്യ തെളിവുകളോ ദൃക്സാക്ഷിമൊഴിയോ ശാസ്ത്രീയ തെളിവുകളോ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് കസ്റ്റഡിയിലായവരുടെ അറസ്റ്റ് വൈകാനും കാരണം. കൃത്യമായ തെളിവുകളോ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടോ ലഭിച്ച ശേഷമായിരിക്കും കസ്റ്റഡിയിലുള്ളവരെ അറസ്റ്റ് ചെയ്യുകയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൂടുതൽ തെളിവുകൾക്കായി പോലീസ് പല കേന്ദ്രങ്ങളിലും പരിശോധന തുടരുകയാണ്. അതേസമയം ലിഗയുടെ ആന്തരിക അവയവങ്ങളുടെയും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തു നിന്ന് ലഭിച്ച തലമുടിയുടെയും രാസപരിശോധനാ ഫലം ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ലിഗയുടെ കൊലപാതകത്തിൽ നിർണായകമായ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ കസ്റ്റഡിയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്തെ മണൽത്തിട്ടയും കല്ലും നീക്കുന്ന പദ്ധതിക്ക് തുടക്കം. ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏകദേശം 40 ദിവസമാണ് മണൽത്തിട്ട നീക്കുന്നതിനായി കണക്കാക്കുന്നത്. ഇതോടെ മുതലപ്പൊഴി ഹാർബറിലെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം തീരും. കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്ന ഈ പദ്ധതി വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയായതിനാൽ അദാനി ഗ്രൂപ്പ് സൗജന്യമായാണ് ചെയ്യുന്നത്. ഏകദേശം 40 ലക്ഷം ടൺ പാറകൾ കിളിമാനൂരിൽ നിന്നും മുതലപ്പൊഴി വഴി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അതിന് അഴിമുഖത്ത് നിലവിലുള്ള 16 മീറ്റർ ആഴം 19 മീറ്റർ ആക്കേണ്ടതുണ്ട്. അതോടൊപ്പം അഴിമുഖത്തിന്റെ അടിത്തട്ടിൽ കൂടിക്കിടക്കുന്ന പാറകൾ ഒതുക്കിമാറ്റി ചാല് വൃത്തിയാക്കുകയും വേണം. ഇതോടെ വർഷകാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്നതും അവസാനിക്കും. ഈ പദ്ധതിക്കായി പ്രദേശവാസികൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. കക്കയും മറ്റും ഇതൊക്കെ പൊട്ടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഇവിടെയുണ്ട്. വിഴിഞ്ഞത്തെ തൊഴിലാളികളുടെ അടക്കം വന്നാണ് ഇവിടെ ചെയ്യുന്നത്. വർക്ക് നടക്കുന്ന സമയത്ത് അത്തരം പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അപകടം ഉണ്ടായേക്കാം. അതുകൊണ്ട് ആ അപകടത്തിന് അവസരം കൊടുക്കാതെ തൊഴിലാളികൾ സഹകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാനത് ഇവിടെയുള്ള എല്ലാ തൊഴിലാളികളോടും പരസ്യമായി ആ സഹകരണം ആവശ്യപ്പെട്ടു. പോലീസ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കും. ഇവിടെയുള്ള ഭരണകൂടവും പള്ളിയും എല്ലാ ട്രേഡ് യൂണിയനുകളും അതിനോട് പൂർണ്ണമായി സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം എത്തിയ ഡ്രഡ്ജർ ഉപയോഗിക്കും. 200 മീറ്ററോളം വരുന്ന ഈ പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ദിവസേന 2400 ടൺ കല്ല് കടൽ വഴി വിഴിഞ്ഞത്തെത്തിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. നിലിയ വേണുഗോപാൽ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വർഗസമരങ്ങളാണ് സമൂഹത്തെ വികസിപ്പിക്കുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമനം കരീം. വർഗസമരം ദുർബലമായാൽ സമ്പത്ത് ഒരു മേഖലയിൽ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടിമാലിയിൽ നടക്കുന്ന കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ ട്രേഡ് യൂണിയൻ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു എളമനം. ബീഹാറിലെ ജനതാബാദിൽ നടുറോഡിൽ പെൺകുട്ടിക്കെതിരെ യുവാക്കളുടെ അതിക്രമം. സംഭവം കണ്ടിട്ടും നാട്ടുകാർ പ്രതികരിക്കാതെ ദൃശ്യങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. ബീഹാറിലെ ജഹനാബാദിലാണ് നടുറോഡിൽ പെൺകുട്ടിക്കെതിരെയുള്ള യുവാക്കളുടെ അതിക്രമം.
സംഭവം കണ്ടിട്ടും നാട്ടുകാർ പ്രതികരിക്കാതെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയായിരുന്നു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. പട്ടാപ്പകലാണ് പെൺകുട്ടിക്ക് നേരെ 10ഓളം വരുന്ന യുവാക്കൾ അക്രമം നടത്തിയത്. റോഡരികിൽ നിന്ന് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും റോഡിലിട്ട് വലിച്ചിഴയ്ക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് വീഡിയോ ചിത്രീകരിക്കുന്ന ജനക്കൂട്ടത്തോട് പെൺകുട്ടി സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും സഹായത്തിന് തയ്യാറായില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ യുവാക്കൾ സംഘം ചേർന്ന് ആക്രമിക്കുന്നതിന്റെ 2 വീഡിയോകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും സംഭവത്തിൽ പ്രതികളെയൊന്നും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. വീഡിയോയിൽ ഉണ്ടായിരുന്ന ബൈക്കിന്റെ നമ്പർ പിന്തുടർന്ന് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് MDയെ സന്ദർശിച്ചു. കോഴിക്കോട് കൊട്ടാരം റോഡിലെ MDയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. 1972 MDയെ കണ്ടതു മുതലുള്ള അനുഭവങ്ങൾ പങ്കുവച്ചാണ് കാരാട്ട് വീട്ടിൽ നിന്നും മടങ്ങിയത്. ഒഞ്ചിയം രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി കോഴിക്കോടെത്തിയ പ്രകാശ് കാരാട്ട് 10 മണിയോടെയാണ് MDയുടെ വീട്ടിലെത്തിയത്. നടക്കാവ് കൊട്ടാരം റോഡിലെ സിതാരയിലെത്തിയ കാരാട്ടിനെ നിറഞ്ഞ സന്തോഷത്തോടെ MD സ്വീകരിച്ചു. MDയുടെ കൂടല്ലൂരിലെ തറവാട് വീടിനടുത്തുള്ള ബന്ധുവീട്ടിൽ വരാറുള്ള കാര്യവും 1972 മാതൃഭൂമിയിൽ വെച്ച് നേരിൽ കണ്ടതും കാരാട്ട് പങ്കുവച്ചു. 10 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ പാലക്കാട്ടുകാരായ ഇരുവരും ഓർമ്മകൾ പങ്കുവച്ചാണ് പിരിഞ്ഞത്. കൂടല്ലൂരിലെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ അവിടെ ആയിരുന്നു. MDയുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. കുറേ കാലം മുമ്പ് ഞാൻ മാതൃഭൂമി ഓഫീസിൽ 72 ആദ്യം പരിചയമായതാണ്. ഞാൻ അവിടെ ഒരു മാസം റിസർച്ചിന് വന്നതായിരുന്നു മാതൃഭൂമി ലൈബ്രറിയിൽ. MD ആണ് എന്നെ അത് അറേഞ്ച് ചെയ്തത് എനിക്ക് വേണ്ടി. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ്, CPIM നേതാക്കളായ KT കുഞ്ഞിക്കണ്ണൻ, P നിഖിൽ എന്നിവരും പ്രകാശ് കാരാട്ടിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കത്വ സംഭവത്തിൽ നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ജമ്മു കശ്മീർ മന്ത്രിസഭ അഴിച്ചുപണിതു. പീഡനക്കേസിലെ പ്രതികൾക്ക് പിന്തുണയർപ്പിച്ച് പ്രകടനം നടത്തിയ BJP മന്ത്രിമാർക്ക് പകരം പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ സ്പീക്കറായിരുന്ന കവീന്ദർ ഗുപ്ത ജമ്മു കശ്മീരിലെ പുതിയ ഉപമുഖ്യമന്ത്രിയായി. PDPയിൽ നിന്നും 2 പേരടക്കം 8 പേരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. കട്വ പീഡനക്കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കായി പ്രകടനം നടത്തിയതിലൂടെ ജമ്മുകാശ്മീരിലെ BJP മന്ത്രിമാർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്തുണ്ടായത്. ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജമ്മുകാശ്മീരിലെ മന്ത്രിസഭാ പുനഃസംഘടന. വിവാദത്തെ തുടർന്ന് രാജിവെച്ചവർക്ക് പകരം BJPയുടെ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിർമ്മൽ സിംഗിന് പകരം നിയമസഭാ സ്പീക്കറായിരുന്ന കവീന്ദർ ഗുപ്ത ഉപമുഖ്യമന്ത്രിയായി. കഡ്വയിലെ BJP MLA രാജീവ് ജാസ്രോട്ടിയയ്ക്ക് ജമ്മുകാശ്മീർ മന്ത്രിസഭയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. ക്യാബിനറ്റ് പദവിയോടെയാണ് ജസ്രോട്ടിയ മന്ത്രിസഭയിലെത്തുന്നത്. ഇദ്ദേഹത്തെ കൂടാതെ BJP നേതാക്കളായ സാത് ശർമ്മ, ദേവീന്ദർ കുമാർ, ശക്തിരാജ് എന്നിവരും മന്ത്രിമാരായി. ഇവരോടൊപ്പം PDP MLAമാരായ മൊഹിന്ദ് ഖാലി ബന്ദ്, മുഹമ്മദ് അഷ്റഫ് എന്നിവരും മുഫ്തി മുഹമ്മദ് മന്ത്രിസഭയിലെത്തി. ശ്രീനഗറിലെ കൺവെൻഷൻ സെന്ററിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റോഡ് നിയമങ്ങൾ കർക്കശമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. ക്യാമറകൾ കൂടുതലായി സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ, K മുരളീധരൻ, ഗതാഗത കമ്മീഷണർ K പത്മകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ അവബോധത്തെക്കുറിച്ചുള്ള ചെറുനാടകവും നടന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയ സമീരയ്ക്ക് അഭിനന്ദന പ്രവാഹം. കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള സമീരയുടെ വീട്ടിലേക്ക് രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേരാണ് അനുമോദനവുമായി എത്തുന്നത്. CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ വീട്ടിലെത്തി സമീരയെ അഭിനന്ദിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിലെ അഖിലേന്ത്യാ തലത്തിൽ 28ാം റാങ്ക് നേടിയാണ് കഞ്ഞിക്കുഴി സ്വദേശിനിയായ S സമീര കോട്ടയത്തിന്റെ അഭിമാനമായി മാറിയത്. പള്ളിപ്പറമ്പിൽ പരേതരായ സലീം ജോർജിന്റെയും ഡോക്ടർ ഐഷയുടെയും മകളാണ് സമീര. CPM നേതാക്കളായ CJ ജോസഫ്, PJ വർഗീസ്, B ശശികുമാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് കിണാശ്ശേരിയിലെ ആശ്വാസം പാലിയേറ്റീവ് നേതൃത്വത്തിൽ കിടപ്പിലായ രോഗികൾക്കായി ബോട്ട് യാത്ര സംഘടിപ്പിച്ചു. ചാലിയാർ പുഴയിൽ നടന്ന ജലയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പാറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സേവനരംഗത്ത് 11 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ആശ്വാസം പാലിയേറ്റീവ് പ്രവർത്തകർ ബോട്ട് യാത്ര സംഘടിപ്പിച്ചത്. രോഗികൾക്കും വീട്ടുകാർക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബോട്ട് യാത്രയെന്നും പാലിയേറ്റീവ് പ്രവർത്തകർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ തിരക്ക് നേരിടുന്ന ദിവസമാണ് ഞായറാഴ്ച. ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ആദ്യ ഞായറാഴ്ച 3 സ്ഥാനാർത്ഥികൾക്കും കടുത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്.
അവധി ദിനമാണെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വിശ്രമരഹിതമാണ് ഞായർ. കല്യാണം അടക്കമുള്ള മംഗളകർമ്മങ്ങൾക്കൊപ്പം വോട്ടർമാർ മിക്കവരും വീട്ടിലുണ്ടാകുമെന്നതാണ് ഞായറിന്റെ പ്രത്യേകത. പതിവ് വോട്ടഭ്യർത്ഥനയ്ക്കൊപ്പം വിളിച്ച എല്ലാ കല്യാണത്തിനും ഓടിയെത്താൻ പാടുപെടുകയാണ് സ്ഥാനാർത്ഥികൾ. കല്യാണത്തിനെത്തിയാൽ ഭക്ഷണം കഴിച്ചേ പോകാവൂ എന്ന് വീട്ടുകാർ നിർബന്ധിക്കും. ഇതോടെ ഭക്ഷണം കഴിച്ച് സ്ഥാനാർത്ഥികൾ ഒരു വഴിയാവും. ഒരു ദിവസം 20-25 കല്യാണം, ഒരെണ്ണം ഇവിടെ രാത്രിക്ക് മുഴുവൻ കല്യാണം കാണും. സന്തോഷമല്ലേ? തിരഞ്ഞെടുപ്പ് മാറ്റി വെക്കണ്ടെന്ന് പരമാവധി നീട്ടുകൊടുക്കട്ടെ. കല്യാണ വീട്ടിലെത്തുന്ന വോട്ടർമാരെ സ്വാധീനിക്കാൻ കയ്യിലുള്ള മുഴുവൻ നമ്പറുകളും ഇറക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഒറ്റ ദിവസം 20ഓളം വിവാഹവേദികളിലെങ്കിലും ക്ഷണമുണ്ടാവും. ഇതിനു പുറമെ മരണവീടുകളും മറ്റു ചടങ്ങുകളിലുമായി ഓടിയെത്താനുള്ള പെടാപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ. ഞാൻ ഇന്നിപ്പോൾ ഒരു 10 എണ്ണമെങ്കിലും ഉണ്ട്. കല്യാണവും നിശ്ചയമായിട്ട് പലയിടത്തായിട്ട് നമ്മുടെ നിയമമണ്ഡലത്തിന് അപ്പുറത്ത് ഇവിടെല്ലാം ഉണ്ട്. കല്യാണ വീടുകളും മരണവീടുകളും സ്ഥാനാർത്ഥികൾക്ക് ഒഴിവാക്കാനേ ആവില്ല. നാട്ടിലെ പ്രധാന വോട്ടർമാരെയെല്ലാം നേരിൽ കാണാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതിനാൽ തന്നെ സമയം ക്രമീകരിച്ച് തല കാണിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. കല്യാണ മരണവീടുകൾക്ക് പുറമെ പാർട്ടി പ്രവർത്തകർ പറയുന്ന മറ്റ് സ്ഥലങ്ങളിലും ഓടിയെത്തണം. അല്ലെങ്കിൽ പഴിയും പരാതിയും ഒഴിയില്ല. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആലസ്യത്തിന്റെ ദിവസമല്ല ഞായർ എന്ന് ചുരുക്കം. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.